ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് 1. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ സയൻസിൽ ആദ്യ ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ആണ് നമ്മുടെ ചാപ്റ്റർ. അതിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണിത്. പാർട്ട് 1 ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1-ൽ നമ്മൾ അതുവരെ പകുതി പോർഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതുവരെ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാർട്ട് 2 ക്ലാസ് ആണ് ഈ ചാപ്റ്ററിൻ്റെ. ഇതിൽ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ എന്നെല്ലാം പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോഷ്യൽ സയൻസിന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് പാർട്ട് 2 ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയതിന് ശേഷം മീസോളിതിക്കാണ് ഇവിടെ തുടങ്ങുന്നത്. മീസോളിതിക് പീരീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ വായിച്ചു പോവില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് പറയുക കേട്ടോ. പാലിയോളജിക്കിൽ നിന്ന് നിയോളജിക് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതിൻ്റെ ഇടയിൽ വരുന്നൊരു പീരീഡാണ് മീസോളജിക് എന്ന് പറയുന്നത്. മീസോസ് എന്ന് പറയുന്നത് 2 വേർഡ്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഗ്രീക്ക് വേർഡുകളാണ് കേട്ടോ. മീസോസ് എന്ന് പറഞ്ഞാൽ മിഡിൽ, ലിത്തോസ് സ്റ്റോൺ. അപ്പോൾ പാലിയോളജിക് ഏജിൻ്റെയും നിയോളജിക് ഏജിൻ്റെയും ഇടയിൽ ഒരു പീരീഡ് വരുന്നുണ്ട്, അതാണ് മീസോളജിക് ഏജ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വേണ്ടത് മീസോളജിക് ഏജിലെ ആ തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ആർട്ട് കേവ് ഇൻ ദ ഭീംബേത്ക കേവ്സ്, ലാഗോജോർ, കത്തോട്ടിയ ഇൻ മധ്യപ്രദേശ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറേ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ എബോ ആൻഡ് ലിസ്റ്റ് ഡൗൺ ദ ആക്ടിവിറ്റീസ് ഡിപിക്റ്റഡ് ഇൻ ദം. ആ തന്നിരിക്കുന്നതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എന്ന് കണ്ടുപിടിക്കുക. ഹണ്ടിങ്, ഫിഷിംഗ്, ഫാമിംഗ്, കുക്കിംഗ്, ഡാൻസിങ്, എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ നമുക്ക് മീസോളജിക് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്. അതിന് മുമ്പ് മീസോളജിക് ഹ്യൂമൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ് എന്ന് പറയുന്നത്. മീസോളജിക് പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം കേട്ടോ. യൂസ് ഓഫ് മൈക്രോലിറ്റ്സ് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്. അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, ഫിഷിംഗ് ഓൾസോ ബിക്കേം മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അമ്യൂസ്മെൻറ്റ്സ്, ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ. അപ്പോൾ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ജോലികളെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അമ്യൂസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഫിഷിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മീസോളജിക് സെൻറ്ററുകൾ സ്റ്റാർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഫാഹിയൻ കേവ് ശ്രീലങ്ക, സറായ് നഹർ റായ് ഇന്ത്യ, ഉത്തർപ്രദേശിലാണ് കേട്ടോ. സറായ് നഹർ റായിലൊക്കെ മീസോളജിക് സെൻറ്ററുകളാണ്. സ്റ്റാർക്കാർ എന്ന് പറയുന്നത് യൂറോപ്പിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു സൈറ്റാണ്. ഇനി ലിസ്റ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാലിയോളജിക് ആൻഡ് മീസോളജിക് ഹ്യൂമൻ ലൈഫ് ആണ്. പാലിയോളജിക് മീസോളജിക്കിൻ്റെയും ഡിഫറൻസ് നോക്കാം നമുക്ക്. പാലിയോളജിക് റഫ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ്, എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, ലിവ്ഡ് ഇൻ ബോൺസ്. മീസോളജിക് ആണെങ്കിൽ മൈക്രോ സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ്. അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ദേ ഓൾസോ എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്. ആനിമൽസ് വെർ ഡൊമസ്റ്റിക്കേറ്റഡ്. ഇനി നിയോളജിക് ഏജ് ആണ് നമ്മൾ. അപ്പോൾ മീസോളജിക് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നിയോളജിക് ഏജിലേക്കാണ്. നിയോസ് എന്ന് പറഞ്ഞാൽ ന്യൂ, ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ്. ഇനി നമുക്കിവിടെ വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ നിയോളജിക് ഏജ് മെൻഷൻ ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ? ആൻസർ: മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. മാൻ ബിഗൻ ടു പ്ലാൻ, കൾട്ടിവേറ്റ്, ഇംപ്രൂവ് ബൈ സെലക്ഷൻ. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ എല്ലാം നിയോളജിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ആ മാപ്പ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ഇൻ ദിസ് റീജിയൺ ആണ്. നിയോളജിക് സെൻറ്റർ ജെറീക്കോ പലസ്തീനിലാണ്, ജാർമോ ഇറാഖ്, ആഘോഷ് ഇറാൻ, മെഗ്രാർ പാകിസ്ഥാനാണ് കേട്ടോ. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഓഫ് നിയോളജിക് ടൂൾസ് ആർ ഗിവൺ ഹിയർ. ഒബ്സർവ് ദൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദർ ഫീച്ചേഴ്സ്. പോളിഷ്ഡ് ടൂൾസ് ആണ്, ഗ്രൈൻഡിങ് ആൻഡ് പോളിഷ്ഡ് ടൂൾസ്, കോമ്പോസിറ്റ് ടൂൾസ്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ പണ്ട് കാലത്ത് നിലമൊക്കെ കൾട്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയിൽ ടില്ല് ചെയ്യാനും മരങ്ങൾ കട്ട് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും ഒക്കെ ഫുഡ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി കൂട്ടി ഒരു സ്റ്റഡി ആയിട്ട് മാറി. സെറ്റിൽമെൻറ്റ്സ് പെർമനൻ്റ് ആയിട്ട് ഇവരൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അഗ്രേറിയൻ വില്ലേജസ് സ്റ്റാർട്ട് ചെയ്തു. കൃഷി, അതിന് ചുറ്റും ഗ്രാമങ്ങൾ ഉയർന്നു വന്നു. പിന്നെ ഇവർ ധാന്യങ്ങൾ, ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീടാണ് പോട്ടറിയുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. പിന്നെ ഇവർ ക്ലേയിൽ, കളിമണ്ണിൽ കട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ പണ്ട് സ്റ്റാർട്ട് ചെയ്തത്. പോട്ടറി മേക്കിംഗ്, വീവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൊസൈറ്റി ആയിട്ട് മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയത് നിയോളജിക് പീരീഡിലാണ്.
അപ്പോൾ അതിൻ്റെ നിയോളജിക് ചേഞ്ചസ് നമുക്ക് വേണം. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, ഇൻട്രൊഡക്ഷൻ ഓഫ് പോട്ടറി, യൂസേജ് ഓഫ് ബ്രിക്സ് മെയ്ഡ് ഓഫ് ക്ലേ, എൻഗേജ് ഇൻ അതർ ഒക്യുപ്പേഷൻസ് എല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി നിയോളജിക് സെൻറ്ററും കൺട്രിയും എഴുതാൻ പറഞ്ഞിട്ട് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ജെറീക്കോ എന്ന് പറയുന്നത് പലസ്തീനിലെ കൺട്രിയാണ്. ഇത് വൺ ഓഫ് ദി നിയോളജിക് സൈറ്റ് ആണ്. ജാർമു ഇറാഖിലാണ്. അലിഗോഷ് എന്ന് പറയുന്നത് ഇറാൻ, മേഗ്രാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സെൻറ്ററാണ്. ഇതെല്ലാം പണ്ടത്തെ സെൻറ്ററുകൾ, നിയോളജിക് സെൻറ്റർ ഇന്നത്തെ രാജ്യങ്ങളാണ് കേട്ടോ. പണ്ട് ഈ പേരിലാണ് അറിയപ്പെട്ടത്, ഇപ്പോൾ ഈ കൺട്രീസിലാണ് അതുള്ളത്. Analyze the different Stone Age periods on the basis of the hints given below. Prepare the digital magazines and present it in the social science club ആണ്. നമുക്കിവിടെ ഹിൻഡ് ടൂള്, പാലോളിതിക് ഏജ് ആണെങ്കിൽ ടൂൾസ് റഫ് സ്റ്റോൺ ടൂൾസ് ആണ്. അവിടെ ജീവിതമാർഗം ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും, കമ്മ്യൂണിക്കേഷൻ കേവ് പെയിൻറ്റിങ്ങിലൂടെ ആയിരുന്നു. മീസോളജിക് ഏജ് ആണെങ്കിൽ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത്. ഹണ്ടിങ്, ഗ്യാതറിങ്, ഫിഷിങ്ങും ഉണ്ടായിരുന്നു. കേവ് പെയിൻറ്റിംഗ് ആണ്. നിയോളജിക് ഏജ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തത്. ആനിമൽ ഹസ്ബൻഡറി ഉണ്ടായിരുന്നു. കേവ് പെയിൻറ്റിങ്ങിൽ കൂടെ തന്നെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്കൊരു മെറ്റൽ ഏജ് വരുന്നുണ്ട്. ഈ മെറ്റൽ ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ ഏജിലാണ് മനുഷ്യൻ, അതുവരെ കല്ലാണല്ലോ ഉപയോഗിച്ചത്, സ്റ്റോണിന് പകരം മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി, ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. കോപ്പർ ആയിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലോഹം. മെറ്റൽ, കോപ്പർ, ചെമ്പാണ് കേട്ടോ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. അപ്പോൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന റോ ആയിട്ടുള്ള കോപ്പറാണ് അവർ വെപ്പൺസും ടൂൾസും ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ തെളിവുകൾ, കോപ്പർ കണ്ടുപിടിച്ചിട്ടുള്ള അഗ്രേറിയൻ വില്ലേജസ് ആണ് കാറ്റൽ ഹോയുക്ക് തുർക്കി, കയോനു നോർത്ത് സിറിയ, അലിഗോഷ് ഇറാൻ ഒക്കെ അവിടെ നിന്നെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്? അപ്പോൾ ഈ കോപ്പർ ടൂൾസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സൂട്ടബിൾ ഷേപ്പ് ആൻഡ് ഫോം, ഡ്യൂറബിലിറ്റി. Copper tools can be sharpened more easily and maintained their sharp edge for longer periods compared to stone tools, enhancing their cutting and scraping efficiency. Copper tools are typically lighter than equivalent stone tools, making them easier to handle and reducing fatigue during prolonged use. Copper is an excellent conductor of heat and electricity, which can be advantageous in certain applications such as cooking or metalworking. ഇനി ചാൽക്കോളജിക് ഏജ് ആണ് അടുത്തത്. Even in the age of copper tools, human did not give up stone. This period when copper tools were used along with stone. അപ്പോൾ കോപ്പറിൻ്റെ കൂടെ തന്നെ മനുഷ്യൻ എന്ത് ഉപയോഗിച്ചു? സ്റ്റോൺ ടൂൾസും ഉണ്ട്. സ്റ്റോൺ ടൂൾസിൻ്റെ കൂടെ തന്നെ ചെമ്പ് ഉപയോഗിച്ചിരുന്നു. അതിനെയാണ് ഈ ചാൽക്കോളജിക് ഏജ് എന്ന് പറയുക കേട്ടോ. ചാൽക്കോളജിക് ഏജ് ആണ് ഇന്ത്യയിൽ ഒരുപാട് തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നൊക്കെ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രോൺസ് ഏജിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണ്, അതൊരു വൺ ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ ഒക്കെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആ ടൈമിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ് ചെയ്തത് ബ്രോൺസ് ഏജ്, ഇന്ത്യ ബിലോങ്സ് ടു ദി ബ്രോൺസ് ഏജ്. സിറ്റീസ് ലൈക്ക് ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ ഇതെല്ലാം വെൽ പ്ലാൻഡ് പബ്ലിക് ബിൽഡിങ്സും ഗ്രേറ്റ് ബാത്ത് ഹൗസസ്, സ്ട്രീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആണ്. ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ. ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി വേദിക് ഏജ് ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വേദങ്ങൾ വരുന്നത്, വേദിക് ഏജ് വരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നതിന് ശേഷമാണ് ആര്യൻസ് വരുന്നത്. ആര്യൻസ് ആദ്യം സപ്തസിന്ധു റീജിയണിലാണ് എൻ്റർ ആയത്. പിന്നെ ദേ സ്പോക്ക് എ ലാംഗ്വേജ് ദാറ്റ് ബിലോങ് ടു ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. അതിലൊരു ഭാഷയാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യൻസ് ആർ ബിലീവ് ടു ബി ദ നേറ്റീവ്സ് ഓഫ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ളവരാണ് ഇവരെന്ന് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വേദ കാലഘട്ടം എന്ന് പറയുന്നത്, വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1500 BC മുതൽ 600 BC വരെയാണ്. ബാക്കിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1500 to 600 വരെയാണ്. ഇതിൽ തന്നെ ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും ഇൻക്ലൂഡഡ് ആണ്. വേദിക് പീരീഡിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡ്, ഈ ഏർലി വേദിക് പീരീഡിലാണ് ഋഗ്വേദം കമ്പോസ് ചെയ്യപ്പെട്ടത്. ലേറ്റർ വേദിക് പീരീഡിലാണ് യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ കമ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കത് പഠിക്കാനുണ്ട്. നമുക്ക് ഏർലി വേദിക് പീരീഡ് പഠിക്കണം. സപ്തസിന്ധു റീജിയൻ ആണ്, പാസ്റ്ററൽ എക്കണോമി ആണ്, സെമി നൊമാഡ്സ് ആയിരുന്നു ഇവർ, അലഞ്ഞു തിരിയുന്നവർ കേട്ടോ. കമ്പറേറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൺ. The forest was cleared and burned for cultivation. The society consisted of many tribes. The yagas were simple and could be done by the head of the family. Natural forces were worshipped.
ലേറ്റർ വേദിക്കിലാണെങ്കിൽ അത് ഗാൻജറ്റിക് പ്ലെയിൻ വരെ എക്സ്റ്റെൻഡ് ആയിരുന്നു. അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സെറ്റിൽഡ് ലൈഫായിരുന്നു. സോഷ്യൽ സ്റ്റാറ്റസ് സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു, കുറവായിരുന്നു. യൂസ് ഓഫ് അയൺ ഉണ്ടായിരുന്നു. Varna system stronger ആയിരുന്നു. Yagas became complicated and expensive. Yagas became the privilege of a particular section. New deities came to be worshipped. പുതിയ പുതിയ ദൈവങ്ങളെ ആരാധനാമൂർത്തികളെ കൊണ്ടുവന്നു. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മിൺസ്, ക്ഷത്രിയ, വൈശ്യാസ്, ഇങ്ങനെയുള്ള ശൂദ്രാസ്, ഇങ്ങനെ സെക്ഷൻസ് വെച്ചിട്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഓർഗനൈസ് എ സെമിനാർ ഓൺ ദ ചേഞ്ചസ് ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെമിനാർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് വാച്ച് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.